ഒരു മാതാവിൻ്റെ ഭാവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്ന ഒരു പെൺ തലമുറയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ കാർത്തിയാനി എന്ന് പറയുന്ന മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്ന ഒരു പെൺ തലമുറയെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ മാതാവിൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാണോ ഈ കാർത്തിയാനി എന്ന് പറഞ്ഞ ഈ മാതാ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ഈ മാതാവിൻ്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിയോഗം ഉണ്ടാവുക. ലോർഡ് ജീസസ് പറഞ്ഞു. എന്റെ തൊട്ടയിലൊക്കെ ചേച്ചിയാണ്. അമ്മയുടെ പേര് കാർത്തിയാനി, അതിന്റെ മകളാണ് ഗീത. മകളോ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. ബ്രദറെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ മോൻ 21 വയസ്സായി അവനെ. അപ്പൊ അവന്റെ കൂടെ പഠിച്ച 2 പിള്ളേര് കൂട്ടുകാരെ ഈ ഒത്തിരി കൂട്ടുകാരായിട്ട് 1ാം ക്ലാസ് മുതൽ പഠിച്ച പിള്ളേർ ഈ അടുത്ത ദിവസങ്ങളായിട്ട് 6 മാസത്തിന്റെ 2 പിള്ളേരും ആക്സിഡന്റിൽ മരിച്ചു. ഇന്നലെ ഒരു കൊച്ചു രാത്രി മരിച്ചു. ഇന്ന് അതിന്റെ ശവമടക്കമായിരുന്നു. അപ്പൊ ഇവനാണെങ്കിൽ രാത്രി നൈറ്റ് പമ്പിൽ പോണ പണിയാ. അപ്പൊ ഇവനിപ്പം അവന് ഭയങ്കര ഭയമായിട്ട് അവനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്ന വല്ലാത്തൊരു അസ്വസ്ഥതയായിട്ടിരിക്കും. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണല്ലോ. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അവന്റെ മേലുള്ള എല്ലാ ഭയത്തിന്റെ ദുരാത്മാക്കളെ ഞങ്ങൾ ഇപ്പോൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ഭയം വിട്ടുമാറട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ദൂതന്മാരെ അങ്ങ് അയച്ചു പ്രിയ മകനെ കരുതുന്നല്ലോ. അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഭയങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം പ്രിയ മകന്റെ മേലുണ്ടാകട്ടെ. ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ കയറി വരട്ടെ. ഈ രാത്രി ഞങ്ങൾ എല്ലാ ഭയത്തെയും പുറത്താക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്ന്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടുന്ന ദൈവമാണല്ലോ അപ്പ, അങ്ങ് സംസാരിക്കുന്ന കർത്താവാണല്ലോ അപ്പ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നാമം എൻ്റെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. ഇന്ന് അനേക രോഗികൾ കരമെടുത്ത് വെച്ച് അത്ഭുത രോഗസൗഖ്യം നിങ്ങളിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകും. അത്ഭുത രോഗസൗഖ്യം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ കൃപ അവിടെ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ ഉള്ളത്തിൽ ഏപ്രിൽ 4 എന്ന് പറയുന്ന ഒരു മാസവും 1989 എന്ന് പറയുന്ന ഒരു വർഷവും കാണിക്കുക. ഏപ്രിൽ 4 1989 എന്നൊരു വർഷവും കാണിക്കുക. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട ഭവനവേദ. ഏപ്രിൽ 4 1989 എന്നുള്ള ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ലോർഡ് ജീസസ്. ഇന്നത് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാം. പറഞ്ഞു. എന്റെ മോന്റെ ബർത്ത്ഡേ ഏപ്രിൽ 4 ആണ്. ഈ വർഷവോ ബ്രദറെ? എത്രയാണ്? 1989. 1989 അത് മോളുടെ ബർത്ത്ഡേ ആണ്. 1989 മോളുടെ ബർത്ത്ഡേ ആണോ ജനിച്ച വർഷമാണോ? ജനിച്ച വർഷം. സോറി, ജനിച്ച വർഷം. 1989 മോള് ജനിച്ചു. ഏപ്രിൽ മാസം ഏതായിരുന്നു മാസം പറഞ്ഞത്? 4th മോൻ ജനിച്ചു. ഇത് 2 തലമുറകളും ജനിച്ച വർഷങ്ങളല്ലേ? ഒരാള് മാസവും ഒരാള് വർഷവും അല്ലേ? അതെ. 2 തലമുറയും കർത്താവ് തൊടുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. 2 തലമുറകളെയും പ്രാർത്ഥിക്കുന്നപ്പോ എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ദൈവം അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കുക, ദൈവം അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന ആരെയും ഉയർത്താത്തതുപോലെ കുടുംബക്കാരുടെ നടുവിൽ ദൈവം ഉയർത്തും.
ആമേ ഒരു 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 സൈൻ പോലെ ഒരു കർത്താവ് എന്നെ കാണിക്കുന്നത്. നമ്മൾ ഈ കൊട വിടർന്ന് നിൽക്കുന്നത് പോലെ, കൊട വിടർന്ന് നിൽക്കുന്നത് പോലെ ഒരു സൈൻ, അതായത് എന്തോ ഒരു കമ്പനിയോ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഒരു കൊട വിടർന്ന് നിൽക്കുന്നത് പോലെ, അതായത് ഒരു കൊടയുടെ വിടർന്ന് നിൽക്കുന്ന കൊട നിൽക്കുന്നത് പോലെ, അതായത് നമ്മളിപ്പോൾ ഒരാളിപ്പോൾ കൊട ചൂടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് വശത്ത് നോക്കിയാൽ അതിങ്ങനെ വിടർന്ന് നിൽക്കുന്നതാണ്. ഇതേപോലത്തെ ഒരു എംബ്ലോ സിംബലോ ഉള്ള എന്തോ ഒരു കമ്പനിയോ മറ്റോ ആയിട്ട് ബന്ധപ്പെട്ട വലിയൊരു വാതിൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാ. ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തുറക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ഞാനിത് റിലീസ് ചെയ്യുന്ന തലമുറയ്ക്ക് വേണ്ടി പിടിച്ചോണം. കർത്താവിനാൽ തന്നെ ഫലം കായ്ക്കാൻ വേണ്ടി പോകട്ടോ. ദൈവത്താൽ ഫലം കായ്ക്കാൻ വേണ്ടി പോവാ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ലോർഡ് ജീസസ്. സൂറാസിലബ. എൻ്റെ യേശുവേ, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ. അങ്ങ് ഓരോ വ്യക്തികളെ അങ്ങ് തൊടുന്നല്ലോ, ഓരോ വ്യക്തികളെ അങ്ങ് തൊടുന്നല്ലോ. ഓ യേശുവേ, എൻ്റെ കർത്താവ്, എൻ്റെ യേശുവേ, എൻ്റെ ഉള്ളത്തില് ഈ സജീവ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുക. സജീവ്. ഈ സജീവിനെ കാണിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ തന്നെ എസ് എന്ന് പറയുന്ന ഒരു അക്ഷരവും കൂടെ, ഒരു പേരിന്റെ ആരംഭം എന്നെ കാണിക്കുക. സജീവ് എന്നുള്ള പേരിന്റെ കൂടെ തന്നെ എസ് എന്ന് പറയുന്ന ഒരു അക്ഷരവും എൻ്റെ ഉള്ളത്തിൽ കാണിക്കുക. അതാരുമായിട്ട് ആ എന്റെ ഭർത്താവിന്റെ പേര് സജീവാണ്. എന്റെ പേര് സുമ. പിന്നെ ഭർത്താവിന്റെ അനിയത്തിയുടെ പേര് സജിനി എന്നാണ്. പുള്ളിയുടെ അനിയന്റെ പേര് സന്തോഷ് എന്നാണ്. അല്ല സിസ്റ്ററെ, ഈ സജീവിന്റെ കൂടെ ഞാൻ എസ് എന്ന് പറയുന്ന ആളെ കണ്ടു. സിസ്റ്ററുടെ പേരെന്തോന്ന് പറഞ്ഞത്? സുമ. സുമയ. അപ്പൊ സജീവും സുമയും അല്ലേ എസ്? ഇന്ന് കർത്താവ് സജീവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് സിസ്റ്റർ ആണല്ലോ, ഭാര്യയാണല്ലോ അല്ലെ, കുടുംബത്തിന്റെ അകത്തുള്ളത്. ഇന്ന് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്, ഈ സജീവിനെയും ഈ എസ് എന്ന് പറയുന്ന ആരംഭത്തിലുള്ള ഈ വ്യക്തിയെയും കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ലോർഡ് ജീസസ്, ജനുവരി മാസം എന്നെ എടുത്തു കാണിക്കുക. ജനുവരി കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി നിങ്ങൾ കാണാൻ വേണ്ടി പോവാ. വലിയൊരു പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു വാക്തത്വം പോലെ ഒരു താക്കോല് കർത്താവ് നിന്ന് കൈമാറാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ, ഞാനൊരു കയറ്റത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ, ചെറിയൊരു കയറ്റം കയറി വരുമ്പോൾ ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. അതായത് വലിയ കയറ്റമല്ല, ചെറിയൊരു കയറ്റം കയറി വരുമ്പോൾ തന്നെ വലതുവശത്തുള്ള ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് കർത്താവ് എന്നോട് പറയുന്നു, ആ ഭവനത്തിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കയറ്റം കയറി വരുമ്പോൾ റൈറ്റ് സൈഡിന്റെ അകത്തിരിക്കുന്ന വീടാണ്. കേൾക്കുന്നുണ്ടോ? ആ വീടിന്റെ അകത്തുനിന്നും ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാം. കേൾക്കുന്നുണ്ടോ സിസ്റ്റർ? ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എന്നെ കുറച്ചു നേരം എന്നെ മനസ്സിലേക്ക് വരുവാണ്, ഈ സിഗരറ്റ് കമ്പനി ഉണ്ടല്ലോ, സിഗരറ്റ് കൂടുകളും അതിൻ്റെ ഇടയിൽ ഒരു വ്യക്തി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഈ സിഗരറ്റിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ടൊരു കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയെ ഞാൻ കാണുക. ഞാൻ സിഗരറ്റിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നതും ശരീരത്തെ ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള ഒന്നും നമുക്ക് ഹാനി വരത്തില്ല. അതിലെല്ലാം കർത്താവിന്റെ നാമത്തിൽ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ഏതും എതിരാണ്. പക്ഷെ ഞാനൊരു വ്യക്തി അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അതേത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ കമ്പനി അല്ലെങ്കിൽ ഇതിന്റെ എന്താ പ്രൊഡക്ഷനുള്ള അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അതാരുടെ കുടുംബത്തിലായിട്ട് ബന്ധപ്പെട്ട ഇതാ ഞാൻ കാണുന്നത്. യേശുവേ, ഞാനിന്ന് സജീവ് എന്ന് പറയുന്നത് എന്റെ ഡോട്ടറിനോട് എന്ന് വെച്ചാൽ മരുമോളുടെ പപ്പായും ഷീല മമ്മിയാണ്. അല്ല സിസ്റ്റർ, ഞാനിപ്പോ ആ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കേട്ടുകൊണ്ടിരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടതാ കേട്ടോ.
അപ്പൊ അതിൽ എന്റെ മോൻ നേരത്തെ ഇങ്ങനെ ദുബായിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഇതിന്റെ കമ്പനിയായിരുന്നു. ഇപ്പൊ അവിടെ അല്ല, ഇപ്പൊ വേറെ സ്ഥലത്താ. ഓ, ഈ വ്യക്തി പണ്ട് സിഗരറ്റ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടതാ? 8 വർഷത്തിന് മുമ്പ് എന്റെ മോന് ആ, ഇതിനകത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എഞ്ചിനീയറിംഗ് MBA കഴിഞ്ഞിട്ട് അവിടെ എന്തോ പ്രൊജക്ട് മാനേജറായിട്ട് അങ്ങനെ കിട്ടിയായിരുന്നു. അവിടുന്ന് ദുബൈയിലായിരുന്നു MBA ചെയ്ത്. അപ്പൊ അവിടുന്ന് പ്ലേസ്മെന്റ് കിട്ടിയതായിരുന്നു. 2 വർഷം അവിടെ ജോലി ചെയ്തുള്ളൂ. പിന്നെ ആ കമ്പനി വേറെ സ്ഥലത്തോട്ട് മാറുകയൊക്കെ ചെയ്തു. പിന്നെ ഇതൊരു ഞാനൊരു അടയാളമായിട്ട് സിസ്റ്റർ കണ്ടത്, കമ്പനികളുമായിട്ട് ബന്ധമല്ല. ഈ സിഗരറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്പനിയാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അകത്തൊരു വ്യക്തി നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇന്ന് അതിനെ ആ വ്യക്തി ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് എന്നെ വ്യക്തിയെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ്. എന്താണോ അങ്ങയുടെ പദ്ധതി ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവെ അങ്ങ് ഇടപെടുന്ന കൃപയ്ക്ക് അവിടുന്ന് പോയതിനു ശേഷം ഇതുവരെ അവന് ജോലിയൊന്നും, ഇതുവരെ നല്ല പ്രോപ്പറായിട്ടൊരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അന്ന് അവിടെ വെച്ച് കിട്ടിയ ആ ജോലിയേ ഉള്ളൂ. 2 വർഷം അവിടെ ജോലി ചെയ്തു. പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്താ, സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ പക്ഷെ ഇതുവരെ അവന് ജോലിയൊന്നും ആയില്ല. മാർച്ച് മാസം എന്നെ എടുത്തിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. മാർച്ച് 10 അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. കണ്ടോ, കൺഫർമേഷൻ കണ്ടോ? കർത്താവ് ഇന്ന് അവന് വേണ്ടി അവന് നിരാശ അവനോട് പറ, അവന്റെ ഉള്ളത്തിലൂടെ പറയണം. PR ഒന്നും കിട്ടിയിട്ടില്ല, സൗത്ത് ആഫ്രിക്കയിലെ PR കിട്ടിയില്ല അവനോട്. ബ്രദർ അന്ന് പ്രാർത്ഥിച്ചില്ല. അവന് പാസ്പോർട്ട് നാളെ പോകേണ്ടതാ. അന്നേരം ഇന്ന് തലേ ദിവസം രാത്രി പാസ്പോർട്ട് കിട്ടിയില്ല. ബ്രദർ പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ ബ്രദർ. അവൻ ഉള്ളത്തിൽ വലിയൊരു നിരാശയുണ്ട്. അതായത് ഞാൻ ഓപ്പർച്യൂണിറ്റി, ഇതുവരെ ഒരു ജോലിയില്ല, ജോലി ആയില്ല. ഞാൻ എൻ്റെ ഓപ്പർച്യൂണിറ്റികളെ കളഞ്ഞു എന്ന് പറയുന്ന ഒരു ചിന്ത അവൻ്റെ അകത്തുണ്ട്. അവിടെ പറഞ്ഞ മോനെ നീ അങ്ങനെ പ്രാർത്ഥിക്കരുത്, എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും ബെസ്റ്റ് തരുമെന്ന് ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങാൻ പറ. ആ മാർച്ച് മാസത്തിൽ ജനിച്ച അവൻ്റെ ജീവിതത്തിൽ ദൈവം ഏറ്റവും നല്ലത് ഒരുക്കാൻ വേണ്ടി പോകട്ടോ. അവിടുത്തെ അവൻ ജോലി ക്യാൻസൽ ചെയ്തിട്ടാ പോയി. അപ്പൊ എപ്പോഴും ഇരുന്ന് പറയും ഞാൻ ദുബൈയിലായിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ പോയതിനു ശേഷം അത് പിശാചിന്റെ തന്ത്രമാണ്. ഞാൻ പറഞ്ഞില്ല, സിഗരറ്റ് കമ്പനി ഞാനത് പറഞ്ഞത്, അവിടെ ജോലി ചെയ്യുന്ന അല്ല ദൈവത്തിന്റെ പദ്ധതി. അത് അവനോട് പറയണം നിനക്ക് നിരാശ വേണ്ട. അതാണ് നമുക്ക് ജീവിതത്തിൽ നന്മയിലോട്ട് കയറാൻ പറ്റാത്തത്. അവിടെ പറ ആ നിരാശ എറിഞ്ഞു കളന്നിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, മോള് കേൾക്കാൻ പറഞ്ഞത്, ദൈവം എനിക്ക് ഏറ്റവും നല്ലത് ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കോളാൻ പറ. ഇതുവരെ കാണാത്തത് വഴി കർത്താവിനാൽ കാണിക്കുമെന്ന് പറ കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ നന്ദി. പരിശുദ്ധ വലിയൊരു വാതിൽ തുറക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ ചിങ്ങമാസം 1 പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു എഴുത്ത് ഞാൻ കാണുക. ചിങ്ങം 1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലിങ്ങനെ എഴുതി വെച്ചിരിക്കുക. ആ ഒരു എഴുത്ത് ഒരു വീട്ടിലുണ്ട്. അതങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുക ഒരു വീട്ടിൽ. അത് ഏത് വീട്ടിൽ, അത് സെപ്പറേറ്റ് ആയിട്ട് അതങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഒരു കലണ്ടറിലല്ല, അല്ലാതെ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ അടയാളം എന്നെ ഒരു ഭവനത്തെ കാണിക്കുക. അത് ഏത് ഭവനത്തിലാണ് അതങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഭവനത്തിൻ്റെ അകത്ത് അവിടെ ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് വീട്ടിൻ്റെ അകത്താണോ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ എഴുതിയ വ്യക്തി ആരാണോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ മനസ്സിലേക്ക് ഒരു നിർബന്ധം വരുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഏത് കുടുംബമാണോ അതാരാ എഴുതി വെച്ചേക്കുന്നത്? മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ആളാണോ? പ്രൈസ് ദി ലോർഡ് ബ്രദർ. എൻ്റെ വീട്ടിലാണ്. അതായത് കർഷക ദിനം, ചിങ്ങം 1 കർഷക ദിനം. അതില് ഏറ്റവും നല്ല കർഷകൻ എന്നൊരു അവാർഡ്, ഒരു മൊമെന്റോ, എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചിങ്ങം 1 എനിക്ക് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ഫോട്ടോ ഉണ്ട്. സിസ്റ്റർക്ക് കിട്ടിയതാണ്. അതെ, എനിക്ക് സർക്കാരിൽ നിന്ന്, കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയതാണ്. കണ്ടോ, ഞാൻ അത് തന്നെ കാണുമായിരുന്നു, ചിങ്ങം 1 എഴുതി വെച്ചിരിക്കുന്നത്. ലോഡ്, ചിലപ്പോൾ കർത്താവ് എന്തെല്ലാം കാണുന്നുണ്ട്. സിസ്റ്ററുടെ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണോ? രജനി സത്യൻ എഴുതിയിട്ടുണ്ട്. ഓ യേശുവേ, ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരുടെ ഉടമസ്ഥതയിലാണോ, ആരാണോ അതിന്റെ ആള്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം. അപ്പം നമ്മുടെ ഭവനത്തിൽ ഇരിക്കുന്ന ഓരോന്നും കർത്താവിൽ അടയാളമാകട്ടോ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി പ്രിയ മകളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്.
എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയാം. ഇതേപോലെ ദൈവത്താൽ ചില മൊമന്റോകൾ പ്രാപിക്കാൻ വേണ്ടി പോവാ. ദൈവത്താൽ Amen. അങ്ങനെ ചില മേഖലകളെ Amen. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാപിക്കുക. അനേക Amen. ഇടങ്ങളിൽ യേശുവിനെ ഉയർത്തുന്ന ഒരു മകളാക്കി കർത്താവ് മാറ്റാൻ പോവാ. Amen. ഞാൻ യേശുവിനെ വേണ്ടി ഓടുന്ന ആളാണ് ബ്രദറെ. കർത്താവ് അത് വലിയ പ്രവർത്തിക്ക് വേണ്ടി ചെയ്യും. ഈ സെപ്റ്റംബർ മാസം ഭയങ്കരമായൊരു മാറ്റം കർത്താവ് ചെയ്യും കേട്ടോ. സെപ്റ്റംബർ Amen. വലിയൊരു Amen. മാറ്റം ദൈവം ചെയ്യും. വലിയൊരു മാറ്റത്തിലേക്ക് Hallelujah. അടുത്തൊരു സ്റ്റെപ്പ് കയറാൻ പോവാം. ഞാൻ അനുഗ്രഹിച്ചെന്ന് Hallelujah. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി പോകുന്നവരെ, നിങ്ങളുടെ അകത്ത് രോഗികളെ സൗഖ്യമാക്കുന്ന കൃപ ഉണ്ട് കേട്ടോ. ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചാൽ വല്ലതും പോവും. എൻ്റെ പ്രിയരെ, നിങ്ങളെ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുക. എൻ്റെ കൂടെ മ്യൂട്ട് മാറ്റി പറഞ്ഞോട്ടെ. ബന്ധിതരെ മോചിപ്പിക്കുവാൻ, രോഗികളെ വിടുവിക്കാനും പൂരത്തെ പുറത്താക്കാൻ എൻ്റെ ഡ്യൂട്ടിയാന്ന് പറ. ഒന്ന് പറഞ്ഞു. എൻ്റെ ഇത് സുവിശേഷത്തിന്റെ വാതിലാണ്. നോക്കിക്കേ, ആ ജന്മനാ മുടന്തനായ വ്യക്തിയെ എണീപ്പിച്ചിട്ട് പത്രോസ്ലീഹ പറഞ്ഞ വാക്ക് കണ്ടോ? ഉടനെ പറയുകയാണ്, ഇത് ചെയ്തത് ആരാന്നറിയാവോ, ഏത് ഡോക്ടറാന്നറിയാവോ, ഏത് ഹോസ്പിറ്റലാന്നറിയാവോ, ഇത് ഏത് വൈദ്യനാന്നറിയാവോ? ഉടനെ ആർച്ചു ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? ഇതാണ് യേശു. കണ്ടോ? ഈ കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ചാലുണ്ടല്ലോ നിന്റെ ഭവനം രക്ഷപ്പെടുന്നുണ്ട്. എന്ത് സിമ്പിളായിട്ടാ സുവിശേഷത്തെ പറയാൻ പറ്റിയത്. കണ്ടോ? അപ്പം ദൈവപ്രവൃത്തികൾ സുവിശേഷത്തെ അറിയിക്കുവാനുള്ള വാതിലാണ് പ്രിയരെ. അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയി പ്രസംഗകരാകാൻ പഠിക്കാതെ കർത്താവിൻ്റെ ശുശ്രൂഷകരാകാൻ പഠിക്കുക. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അനേകരെ ദൈവം ഇന്ന് ഉപയോഗിക്കും. ഭയങ്കരമായൊരു പകർച്ച പരിശുദ്ധാത്മാവ് ചെയ്യും. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ തീ കൊണ്ട് ഞങ്ങളെ മൂടുന്നല്ലോ. അഭിഷേകത്തിന്റെ തീ കൊണ്ട് കർത്താവെ അങ്ങ് മൂടുന്നല്ലോ. അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് കർത്താവെ ഞങ്ങളെ അങ്ങ് മൂടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ. ബ്രദർ എന്തോ ബ്രദർ പ്രാർത്ഥിക്കുമ്പോ എൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ്, ഇങ്ങനെ കാറ്റ്. എനിക്ക് ആ പ്രസൻസ് അറിയാൻ പറ്റും ബ്രദറെ. ഞാൻ കറക്റ്റ് 5:30 ഞാൻ പുറത്തിറങ്ങി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ എൻ്റെ ചുറ്റുമുള്ള മരങ്ങളുടെ ഇലകളൊക്കെ അനങ്ങും. തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മുടെ അന്തരീക്ഷത്തിന്റെ അകത്ത് പോലും ആ ഒരു എഫക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ മേലുള്ള ശക്തിയെ കർത്താവ് ചേഞ്ച് ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണേ. പരിശുദ്ധാത്മാവ് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളം കർത്താവ് എന്നോട് ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്. ലോർഡ് ജീസസ് ഷബീന ലഖൂസ ഫ്രം ദ ഹസ്പിറ്റി ഫലാഹുഷാമിന ഹസാറ ഗഥീരിയ. അല്പനേരം അന്യഭാഷ വരവുള്ള ഒരു മ്യൂട്ട് മാറ്റം ഉണ്ടാകും. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ച് റസ്പെറ്റേരി ബറാൽ ക്രൂസ ഫെനാഷേരിയ ഋതു. എല്ലാവരും അന്യഭാഷ വരം പ്രാപിക്കണം കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. രാത്രിയിൽ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 3 മണിക്ക് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. അന്യഭാഷ വേണം. അന്യഭാഷ ഇല്ലാതെ ആത്മയുദ്ധം. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കിനി മുന്നോട്ട് ഭാഷാവരം വേണം. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആത്മീക വർധനവ്, വിശ്വാസത്തിൻ്റെ വർധനവ്, ഭൗതിക വർധന, എല്ലാ മേഖലകളെയും പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് വിശുദ്ധ അന്യഭാഷാവരം. വചനങ്ങൾ പ്രഖ്യാപിക്കണം, അത്ഭുതങ്ങളെപ്പറ്റി സംസാരിക്കണം, അസാധാരണമായ കാര്യങ്ങളെപ്പറ്റി വീട്ടിൽ പറയണം. കടക്കാരൻ വന്ന് വീട് അടിച്ചുകൊണ്ട് പോകുന്നും വീട്ടുകാർ മുഴുവൻ കടക്കിടയിലാവുന്നെന്നും പറയരുത്. ഭവനത്തിൻ്റെ അകത്ത് മുഴങ്ങണം അത്ഭുതങ്ങളെ പറ്റില്ല. ഒരു മിറക്കിൾ മണി ഏലിയാവിന് വേണ്ടി കാക്ക അയച്ചതുപോലെ കർത്താവ് എൻ്റെ വീട്ടിൽ കാക്കകൾ വരും. മിറക്കിൾ മണി ഞാൻ കാണും. എൻ്റെ ഭവനം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഭവനമായി മാറും. എൻ്റെ മക്കളുടെ ഒപ്പം ഞാൻ ആരാധിക്കും ദൈവത്തെ. ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്ക് പോകും. ഞങ്ങൾ ലോകം മുഴുവൻ പോയി യേശുവിൻ്റെ സഭ പറയും, മനസ്സ് പറയും. മക്കളൊക്കെ വയറെ വഴിക്കല്ലേ. എൻ്റെ ഭർത്താവ് പോലും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. മദ്യപാനം, വെറുക്കൂത്ത്. പ്രിയരെ, നിങ്ങൾ അത്ഭുതങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം ചേഞ്ച് ആവും, നിങ്ങളുടെ ഭവനം ചേഞ്ച് ആവും. ഓ ഷംബാല സിറ്റാന പറൂമ സീൻഡ ഹസ്ബൂറ. എൻ്റെ യേശുവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവെ ആഴമായി 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 അങ്ങ് തൊടുന്നല്ലോ പരിശുദ്ധാത്മാവ്. യേശുവെ, 1984 വർഷം ജനിച്ച 7 ദിവസം എന്നെ കാണും, 7 തീയതി എന്നെ കാണും. 84
1984 7 എന്ന് പറയുന്ന ഒരു തീയതി അഥവാ മാസമാണ്, എനിക്കറിയത്തില്ല, ഇതെന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. 7 എന്നുള്ളത് ബ്രദറെ അത് എന്റെ മോൻ ജനിച്ചതാണ് ഡിസംബർ 7-ന് 84-ലാണ് ജനിച്ചത്. 84 ഡിസംബർ. ബ്രദറെ എന്റെ മോൻ 84 ജൂലൈയിലാണ് ജനിച്ചത്. 7 എന്നുള്ളത് 7-ാം മാസം അല്ലേ? അതെ. കർത്താവ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. എന്റെ മോള് ജനിച്ച 84 ജൂലൈയിലാ ജനിച്ചത്. 7-ാം മാസമാണ്. 7-ാം മാസം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കത്രീന എന്നുള്ളൊരു പേര് എൻ്റെ മനസ്സിലേക്ക് വരുക. കത്രീന, ആ പേര് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവ കർത്താവിന്റെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ വലിയ പ്രവൃത്തി അങ്ങ് അയക്കുന്നുണ്ട്. അപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ ശരീരത്തിൻ്റെ അകത്ത് ചില ഭാഗങ്ങളിൽ മസിൽസിനും ചില ശരീരഭാഗങ്ങളിൽ ഈ പിടിക്കുമ്പോൾ തന്നെ വേദനകൾ അറിയാവുന്ന വ്യക്തികൾ എൻ്റെ കൂട്ടത്തിലുണ്ടോ? ശരീരത്തിൻ്റെ അവയവങ്ങളിൽ പിടിക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ വേദനകൾ അനുഭവിക്കും. ആ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ വേദന അറിയാം. അങ്ങനെയുള്ള ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്ന് കരമെടുത്ത് വെക്കാവോ? ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഇന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവല്ല, രോഗസൗഖ്യത്തെ കർത്താവിൽ കൊടുക്കുവാനുള്ളവരാണ് നിങ്ങൾ. ആ ഉറപ്പിലൊന്ന് പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, വേദനയുള്ളവരൊന്ന് കൈയെടുത്ത വേദനയുള്ള ഭാഗത്തൊന്ന് വെക്കാവോ? വേദനയുള്ള ഭാഗത്ത് വെക്കാവോ? യേശുവിന്റെ നാമത്തെ കൈ അവിടെ വെക്കാവോ? കർത്താവായ യേശുവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാ. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാ. കർത്താവ് ഞങ്ങളുടെ വേദന വഹിച്ചതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഈ നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് പവർ അവിടെ മൂവ് ചെയ്യുക. സുവിശേഷത്താലുള്ള ശക്തി ആ ബോഡിയിലേക്ക് നിറയുക. ആ വേദന കർത്താവ് ക്രൂശിൽ വഹിച്ചതാ കേട്ടോ. ആ വേദന യേശു വഹിച്ചതാ കേട്ടോ. ആ രോഗം യേശു വഹിച്ചതാ കേട്ടോ. ഉറപ്പോടെ പറഞ്ഞ് എനിക്ക് ഈ രോഗം വേണ്ടെന്ന് പറ, എനിക്ക് ഈ വേദന വേണ്ടെന്ന് പറ. ഞാൻ ആ രോഗത്തെ ഇന്ന് ക്യാൻസൽ ചെയ്യുന്നു, വേദനകളെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പം ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശരീരത്തിന്റെ മേലേക്ക് ഒരു തീ കത്തട്ടെ. ആത്മാവെ അങ്ങയുടെ തീ കത്തിക്കുന്നല്ലോ അപ്പ. പരിശുദ്ധാത്മാവെ, ദൈവനാമ മഹത്വത്തിനായി ഓരോ വിടുതലും സൗഖ്യങ്ങളും ദൈവം അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാണല്ലോ. അപ്പൊ ഹീലിംഗ് ഇൻ ദ നെയിം, ആ രോഗശക്തിയെ ഞങ്ങൾ പുറത്താക്കുന്നു. ആ രോഗത്തിന്റെ ദുരാത്മാവിനെ പുറത്താക്കുന്നു. ആ വേദന കൊണ്ടുവന്നിടുന്ന പിശാചെ നിന്റെ ഡോർ അടയ്ക്കുന്നു, നിന്നെ ഇറക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ സഹോദരങ്ങളെ, ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് പിടിച്ചു നോക്കിക്കേ. ആ എണീറ്റ് നോക്കിയ നടന്നു നോക്കിക്കേ, എന്തു അവിടെ ഉണ്ടായ വ്യത്യാസം. ശരീരത്തിന്റെ അകത്ത് ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചവർക്ക് വ്യത്യാസമുള്ള ആരൊക്കെയുണ്ട്? ആ കൈവച്ചതിന്റെ അകത്ത് ഒരു വ്യത്യാസം വന്ന ആരൊക്കെയുണ്ട്? എത്ര പേര് കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു? അവര് മാത്രം മ്യൂട്ട് മാറ്റിക്കും. തലയില് വേദന പറഞ്ഞിട്ട് കൈവച്ചു, തലന്റെ മേലൊക്കെ വേദന, തലന്റെ സൈഡിലൊക്കെ വേദന, കൈവച്ചു പ്രാർത്ഥിച്ചു ബ്രദറെ, ശരിയായിട്ടില്ല. അതിന്റെ അകത്തൊരു മാറ്റം ഉണ്ടായത് എത്ര പേരുണ്ട് ഇതിന്റെ അകത്ത്? എനിക്കൊരു മാറ്റം മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഷോൾഡറിന്റെ പെയിൻ ആയിരുന്നു, ഇപ്പൊ മാറ്റമുണ്ട്. ഇപ്പൊ കൈക്ക് വേദനയില്ല. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു കേക്കാം, പറഞ്ഞു. രാവിലെ ഒരു കിടക്കയിൽ ഒരു ഉളുക്കുണ്ടായതാ പാസ്റ്ററെ.
അത് ഇപ്പം കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ അത് പൂർണ്ണമായിട്ട് വിടുതലായി. ഇപ്പൊ വേദനയില്ല. ഇല്ല, ഞാൻ വണ്ടിയൊക്കെ 5-6 കിലോമീറ്റർ ഓടിച്ചു, എന്നാലോ വേദന സഹിച്ചുണ്ടാവും ഓടിച്ചേക്ക്. ഓ, ഇപ്പൊ അത് പൂർണ്ണമായിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ മാറി. ദൈവത്തിന് സ്തോത്രം. നന്ദി യേശുവേ. സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ? നാമത്തില് എന്റെ വേദന എന്റെ കർത്താവ് വായിച്ചു തന്നിരിക്കുന്നപ്പാ. മറ്റാരെങ്കിലും ഉണ്ടോ? ആ, മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയുവാൻ? ആ, ഇനി രോഗികളായിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദറെ. ആ, ഇനി എല്ലാവരും ഇനി കേട്ടെ സഹോദരങ്ങളെ ഒന്ന് കേട്ടെ. ഈ രോഗം നിങ്ങൾ ആദ്യം തിരിച്ചറിയണം, ഈ രോഗം എനിക്കുള്ളതല്ല. രോഗം എന്റെ അകത്ത് അതിക്രമിച്ച് കയറിയിരിക്കുന്നതാ. ഇതിനെ പുറത്താക്കുവാൻ യേശുക്രിസ്തുവിന്റെ ശക്തി നിങ്ങളുടെ മേലുണ്ട്. ആ ശക്തിയെ നിങ്ങൾ ഉപയോഗിക്കണം. ഇപ്പൊ നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ളത് അത് നല്ലൊരു പദമല്ല. കാര്യം യേശു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്ത് പോലും. നിങ്ങൾ പുറപ്പെട്ട് രോഗികളെ സൗഖ്യമാക്കുവിനെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലെന്ന് പറ. അപ്പൊ ചോദിക്കും, ബ്രദറെ യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല എന്ന തെളിവുണ്ടോ? ഉണ്ട്. നമുക്ക് കേൾക്കാം, ഒരു വാക്യം കേൾക്കാം. മത്തായിയുടെ സുവിശേഷം, ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തിരിക്കുന്ന രോഗം, നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല, നിങ്ങൾ അനേകരെ സൗഖ്യമാക്കണം. രോഗവുമായിട്ട് ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് പറ്റുമോ? ഇല്ല. നോക്കി, യേശു പറഞ്ഞു, നിങ്ങൾ പോയി ദൈവരാജ്യം സമീപിച്ചിരിക്കുമെന്ന് പറയണം, രോഗികളെ സൗഖ്യമാക്കുവേൻ. എൻ്റെ കൂടെ എനിക്ക് വചനം കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഞാൻ കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 10:8 പറയുന്നു. ഇത് സത്യമാണോ പ്രിയരെ? ഇത് സത്യമാണോ? കാണാം, വായിച്ചേ. നിങ്ങൾ സ്ക്രീനെ നോക്കി കണ്ടോ? വചനം പറയുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബൈബിൾ പറയുന്നില്ല. ബൈബിൾ പറയുന്നു, ആ രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി ലഭിച്ചു. കണ്ടോ? നിങ്ങളുടെ അകത്തിപ്പം ഇത് ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് അതൊന്ന് ഉപയോഗിച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ കൂടെ കുറച്ചു നേരം പറ. രോഗികൾ സൗഖ്യമാകും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്തു പോകും, കുഷ്ഠരോഗികൾ ശുദ്ധമാകും, മരിച്ചത് ഉയർക്കും. സൗജന്യമായി എനിക്ക് കിട്ടി, സൗജന്യമായി കിട്ടി, സൗജന്യമായി കിട്ടി. ഫ്രീലി ഐ റിസീവ്ഡ്, ഫ്രീലി ഐ റിസീവ്ഡ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ സൗജന്യമായി കിട്ടി. എനിക്ക് എബിലിറ്റി എനിക്ക് ലഭിച്ചു. ഹീൽ ദ സിക്ക് എന്നാ യേശു പറഞ്ഞത്. ഹീൽ ദ സിക്ക്. ഐ ഹാവ് അതോറിറ്റി ടു ഹീൽ ദ സിക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എനിക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും, ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും. എനിക്ക് സൗജന്യമായി കിട്ടി. പറ, ഫ്രീ ആയി കിട്ടി, ഫ്രീ ആയി കിട്ടി, ഫ്രീ ആയി കിട്ടി, ഫ്രീ ആയി കിട്ടി. എല്ലാ ദിവസവും നിങ്ങള് ഇനി രോഗികളെല്ലാം സ്വന്തം ശരീരത്തിൽ കൈവച്ചിട്ട്, കിട്ടിയവരെല്ലാം കൈവച്ച്, രോഗസൗഖ്യത്തിന്റെ കൃപ ലഭിച്ചവരെല്ലാം കൈവച്ച്, സ്വന്തം ആ വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, ചിലപ്പോൾ അത് രോഗത്തിന്റെ ആത്മാവായിരിക്കാം, രോഗശക്തിയായിരിക്കാം. യേശു പറഞ്ഞു പുറത്താക്കുക. വാക്യം കൊണ്ടോ രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. കണ്ടോ? അപ്പൊ രോഗാത്മാക്കളുണ്ട്. കൈവച്ചിട്ട് പറഞ്ഞ് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും എനിക്ക് കൃപയുണ്ട്. കൃപ ലഭിച്ചു, സൗജന്യമായി കിട്ടി, സൗജന്യമായി കിട്ടി, സൗജന്യമായി കിട്ടി, സൗജന്യമായി കിട്ടിയത് ഇന്ന് ഉപയോഗിച്ച് ഒന്ന് കൈവെച്ച് അനേകരെ സൗഖ്യമാക്കാനുള്ളവരാ നിങ്ങൾ. എൻ്റെ കൂടെ പറഞ്ഞ്, എനിക്ക് രോഗിയായിരിക്കാൻ സമയമില്ലെന്ന് പറ.
ഹോസ്പിറ്റലെല്ലാം കയറി നടക്കാൻ സമയമില്ലെന്ന് പറ. സമയമില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവായ യേശുവെ കൈയെടുത്ത് വെച്ചേ. എന്റെ രോഗത്തെ ഞാനിപ്പോൾ സൗഖ്യമാക്കുന്നു. പറഞ്ഞേ, എന്റെ വേദനയെ ഞാനിപ്പോൾ സൗഖ്യമാക്കുന്നു. എന്റെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ ആത്മാവോ രോഗശക്തിയോ ആയിക്കോട്ടെ, ഞാനിതിനെ കൈവച്ച് പറഞ്ഞ് ഒന്ന് ഉറക്കെ പറഞ്ഞത്. ഞാൻ ഈ രോഗത്തെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. എന്റെ രോഗം യേശു വഹിച്ചതാ. എന്റെ വേദന യേശു വഹിച്ചതാ. എന്റെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞേ. പറ കുറച്ചു നേരം പറഞ്ഞ് കൈവച്ച് പറഞ്ഞ് പറയുമ്പോ വിശ്വാസം ഉണ്ടാവും. വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കും. പറയുമ്പോൾ വിശ്വാസം ഉണ്ടാകും. വിശ്വാസത്താൽ അത്ഭുതം നടക്കും. പറഞ്ഞു യേശുവിന്റെ രോഗത്തെ വഹിച്ചു. പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ രോഗത്തെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന വേദനയെ സൗഖ്യമാക്കുന്നു. ആ രോഗശക്തിയെ പുറത്താക്കുന്നു. കടഭാരത്തിന്റെ ദുരാത്മാക്കളെ പുറത്താക്കുന്നു. പ്രതിസന്ധികളെ പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. Healing in the name of Jesus. ശരീരങ്ങളുടെ മേലേക്ക് ആ ശക്തി വ്യാപരിക്കുക. ആ വേദന വേരോടെ ഇറങ്ങുക. ശരീരത്തിന്റെ അകത്ത് വേദന, നൊമ്പരങ്ങൾ, നീരുകൾ, മുഴകൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, കണ്ണിന്റെ കാഴ്ചയില്ലാത്ത അവസ്ഥകൾ, കേൾവിയില്ലാത്ത അവസ്ഥകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ the power of the healing is moving in the name of Jesus. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ, ചെക്ക് ചെയ്ത് ആ കൈയും കാലും ഒക്കെ ഒന്ന് തിരിച്ച മുടന്തനെ പോലെ ചുള്ളിച്ചാടി നോക്കിക്കേ. ഇപ്പം രോഗത്തിന്റെ മേൽ കൈവച്ച് കൽപ്പിച്ച ആളുകൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. എന്തുവാ വ്യത്യാസം? എന്നാ വ്യത്യാസം? കേക്കത്തില്ല. ഉറക്കെ പറയാവോ? പറഞ്ഞു. എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്നവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്നവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. കാര്യം പറയട്ടെ. എന്റെ അപ്പൻ എന്നെ നേരിട്ട് ഒരുപാട് അസുഖം സൗഖ്യപ്പെടുത്തിയതാണ്. ഇടനില ഒന്നുമില്ലാതെ എന്റെ അപ്പൻ നേരിട്ട് സൗഖ്യപ്പെടുത്തി. ഇപ്പൊ എനിക്ക് ഒരു പനിക്ക് പോലും മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ അസുഖങ്ങളും എനിക്ക് മാറ്റി തന്നു. ഞാൻ ഡിപ്രഷന്റെ സ്റ്റേജിൽ വന്ന് ഒരു നേരം 10-12 ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നതായിരുന്നു. യേശുവിന്റെ അടിപ്പെട്ടതാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം വന്ന് കുറെ നാളിന് ശേഷം ഞാൻ ഒരു മരുന്നും അത് ഇങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല. എല്ലാ മഹത്വം എന്റെ അപ്പന് തന്നെ. ഇത് വലിയൊരു അത്ഭുതമാണ്. പ്രിയ സഹോദരി പറഞ്ഞ വാക്ക് കേട്ടോ. 10-12 മരുന്ന് ഡെയിലി കഴിക്കുന്നതായിരുന്നു. അത് കൂടാതെ ഡിപ്രഷനും കൂടെ ഉണ്ടായിരുന്നു. എന്ന കർത്താവ് പൂർണ്ണ വിട്ടു കൊടുത്തു. ഇപ്പൊ ഒരു മരുന്നും കഴിക്കുന്നില്ല ഇപ്പൊ സൗഖ്യമായിട്ട്? ഒന്നും മരുന്ന് കഴിക്കുന്നില്ല. അതുപോലെ തന്നെ ബ്രദറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയട്ടെ. ഈ കർത്താവ് എന്നെ ഒരുപാട് പേർക്ക് സഹായം ചെയ്യാനുള്ള മനസ്സും അതുപോലെ മറ്റുള്ളവരെ എന്നേലും ഉപരി സ്നേഹിക്കാനുള്ള വലിയ കൃപ എനിക്ക് ദൈവം തന്നിരിക്കുന്നു. ആർക്കും ഒരു വിഷമം എന്ന് പറഞ്ഞാലും അവരെ അവിടെ എത്തിപ്പെടാനും അവരെ സഹായിക്കാനും എല്ലാം എനിക്ക് ദൈവം തന്ന വലിയ മനസ്സ് എനിക്ക് തന്നിട്ടുണ്ട്. മഹത്വം. കർത്താവ് കൊടുത്ത വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അനേകരെ ഇനിയും സൗഖ്യമാക്കുവാനുള്ള എബിലിറ്റിയാണ് കർത്താവ് തരുവാണ്. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ എനിക്കൊരു പൂർണ്ണ വിടുതൽ ശരീരത്തിൽ കണ്ടെന്ന് പറയുന്നവര്? മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. വയറിനകത്ത് ഗ്യാസ് തിങ്ങി നിക്കുക. ഇപ്പം വിടുതലിന്റെ ശുശ്രൂഷ ചെയ്തപ്പം ആ ഗ്യാസ് ഒത്തിരി മുകളിലോട്ട് പോയി. ഗ്യാസ് നോക്കിയിട്ട് എന്നാലും ഈ വയറിന് ഇച്ചിരി വീർത്തിരിപ്പുണ്ട്. ചിലപ്പോഴായി ചില സമയത്ത് ഇന്നലെയാണെങ്കിൽ വൊമിറ്റ് ഒക്കെ ചെയ്തായിരുന്നു. വൊമിറ്റ് ചെയ്യാന്ന പോലെ തോന്നുമായിരുന്നു.
ഇല്ല സിസ്റ്റർ, ഇനി മേലെ അത് വരത്തില്ല കേട്ടോ. ഇപ്പൊ അത് വിടുതൽ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ പോയതുപോലെ അത് സംഭവിച്ചിരിക്കുന്നു. ഇനി അത് മേലാൽ വരത്തില്ല, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ എന്റെ മുട്ടിന് ഭയങ്കര വേദനയായിട്ട് എനിക്ക് നടക്കാനൊന്നും വയ്യായിരുന്നേ. അപ്പം ഇപ്പോഴാണെങ്കിൽ ഈ ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ഞാൻ കൈയൊക്കെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കേട്ടോ, സൗഖ്യമായി. എന്റെ കർത്താവ് എനിക്ക് പൂർണ്ണ വിടുതൽ തന്നെ. എനിക്കിപ്പോ വേദന ഒന്നുമില്ല. ഞാൻ ചാടിയൊക്കെ നോക്കി. അത് വലിയൊരു കാര്യമാണ്. സൗകര്യം പറഞ്ഞല്ലേ, ചാടി നോക്കിയെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഒരു കുഴപ്പം ഇപ്പൊ ഇല്ലല്ലോ സിസ്റ്ററെ, ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല ബ്രദറെ. എനിക്ക് ആരോട് വേണേ എനിക്ക് പറയാം, അതുപോലെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. നന്ദി കർത്താവ് കൊടുത്ത അത്ഭുത വിടുതലിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ ഇതേപോലെ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എന്റെക്കും കാലിന് ഇതുപോലെ ഹിപ്പ് തൊട്ടത്തെ കാലിന്റെ ലെഫ്റ്റ് കാല് മൊത്തം ഇങ്ങനെ വേദനയായിരുന്നു. ഇപ്പോഴാണ് ഈ പ്രാർത്ഥനയില് ശക്തമായിട്ട് പ്രെയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൽപ്പിച്ച് പ്രെയർ ചെയ്തു, അത് മാറി. ഇപ്പൊ എന്ന് തുടങ്ങിയ വേദനയായിരുന്നത്? 2 ദിവസമായിട്ട് വേദനയായിരുന്നു. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല. കർത്താവ് സിസ്റ്റർ പറഞ്ഞ കേട്ടില്ല, കൽപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു, ആ വേദന പൂർണ്ണമായിട്ട് മാറി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദർ, നേരത്തെ കാർത്തേനിയുടെ വീട് പറഞ്ഞു, ഒരു മകള് പറഞ്ഞു. അപ്പൊ 2 പെൺകുട്ടികളുണ്ട്. അത് പേര് ഒന്ന് എ എന്ന് തുടങ്ങുന്നു, ഒന്ന് എൽ എന്ന് തുടങ്ങുന്നതാണ്. അപ്പൊ ആരാണ് എന്നുള്ളത് മനസ്സിലായി. മൂത്ത മോൾ ആരാ അവിടുത്തെ? മൂത്ത മോൾ അനിത. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. സ്തോത്രം. അതുപോലെ ബ്രദറെ 7ഉം 84 പറഞ്ഞു. അതിന്റെ ഒരു 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു അതാരാ ആ വ്യക്തി? ആരാ അത്? 7 മോനാണ്. 84 ജനിച്ചത്. ഡിസംബർ 7 ജനിച്ച ഡേറ്റ്. ആ തലമുറയ്ക്ക് വേണ്ടിയാണ് 3 പേരും വന്നത്. ആ 3 പേരും ഏറ്റെടുത്തോണം. അത് തലമുറകളുടെ ഒരേ വിഷയമാണ്. ദൈവം അത് തൊടുവാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്തോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു പൂർണ്ണ വിടുതൽ? എന്തോ ബ്രദറെ ഉണ്ട്. ബ്രദറെ, എന്റെ കൈക്ക് മുട്ടിന് വേദനയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് വേദന ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ പ്രാർത്ഥന സമയത്ത് ആ വേദന മാറി. ഒട്ടുമില്ല. ഇല്ല. ഓ ഗോഡ് ബ്ലസ് യു. കർത്താവേ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എന്തോ കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ജന എന്ന് പറഞ്ഞൊരു കുട്ടീനെ തൊടുകയെന്ന് പറഞ്ഞു. അതെന്റെ സഹോദരിയുടെ മകളാണ്. അവള് വീടുമായിട്ട് അമ്മയായിട്ട് അങ്ങനെ മിണ്ടില്ല. അവളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ, എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവള് ബ്രദർ ഈ അഞ്ജന എന്ന് പറഞ്ഞ കുട്ടിയെ ദൈവം തൊടുകയെന്ന് പറഞ്ഞപ്പോ അവള് അന്നത്തെ ദിവസം അവളുടെ അമ്മ വെച്ച ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞാൻ അവളോട് ഈ കാര്യം പറയാൻ വിളിച്ചു. മോളെ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് മ്യൂട്ട് മാറ്റി പറയാൻ പറ്റിയില്ല, തിരക്ക് കാരണം. അപ്പോൾ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ബ്രദർ പറഞ്ഞു അഞ്ജനാന്ന് പറഞ്ഞ കുട്ടീനെ ദൈവം തൊടുകയെന്ന്. അപ്പോൾ ചേച്ചി ഇന്ന് അവള് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു പ്രത്യേക ക്യാരക്ടറാണ് കുട്ടി. ഏതാണ്ട് പിശാശി ബാധിച്ച പോലെ ആ കുട്ടിയുടെ പെരുമാറ്റം. അവളെ അച്ഛൻ വയ്യാണ്ട് കിടക്കുകയാണ്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദർ. ഇപ്പൊ വീട്ടിൽ നിന്ന് അവള് ഞായറാഴ്ച ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അവള് ചേച്ചി ഇന്ന് ഭക്ഷണം കഴിച്ചു. അവള് വീട്ടിൽ നിന്ന് അവള് കഴിക്കാറുണ്ടായില്ല. അവള് വീട്ടിൽ നിന്നൊന്നും. ഞാൻ ഈ വിവരം പറയാൻ വിളിച്ചപ്പോ പറയാ അവള് ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചു. അവളുടെ മേലുള്ള ആ പൈശാചിക ശക്തി അവളെ അങ്ങനെ ആക്കി വെച്ചേക്കുവാണ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, എക്കോ വരുന്നുണ്ട്. ആ സൗകര്യം പറഞ്ഞിട്ട് ആ ദൈവിക ആലോചന വെളിപ്പെടുന്നതിന് മുമ്പ് ഒരാൾ ഭക്ഷണം വീട്ടിൽ കഴിക്കത്തില്ലായിരുന്നു, റിബലായിരുന്നു. എന്നാൽ ആലോചന സിസ്റ്റർ വീട്ടിലോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഡെലിവറൻസ് ഉണ്ടായി. അപ്പൊ സഹോദരങ്ങളെ, ഒരു ദൂത് കേട്ടാൽ, ഒരു പ്രവചനം കേട്ടാൽ നിങ്ങൾ അവരെ അറിയിക്കുമ്പം ആ ഭവനത്തെ നിങ്ങൾ രക്ഷിക്കുകയാണ്. ആ മകളുടെ മേലൊരു റിബലിയസ് സ്പിരിറ്റ് ആണ് കിടന്നത്. ആ ഭവനത്തെ നശിപ്പിക്കാൻ കയറിയതാണ്. ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറയണം. കർത്താവ് അനേകർ വിടുതലിന് വേണ്ടി ആ കുടുംബത്തെ ദൈവം ഉപയോഗിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. എന്റെ 2 കാലിന്റെ അടി പുകച്ചിലായിരുന്നു. എനിക്കത് പൂർണ്ണമായി മാറി. എത്ര നാള് സിസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്ന? കുറെ നാളായി അങ്ങനെയുണ്ട്.
പറഞ്ഞു. നാക്കിലെ തൊലി പോണ രോഗം അതൊന്നും അറിയില്ല. അത് കൈവച്ച് പറഞ്ഞോണം, എന്റെ കാല് സൗഖ്യമാക്കി കർത്താവേ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ സൗഖ്യത്തെ എന്റെ നാവിലോട്ട് എടുക്കുന്നു പറഞ്ഞോണം കേട്ടോ. കൽപ്പിച്ചോണേ. യേശു പറഞ്ഞു രോഗം പ്രാർത്ഥിക്കാനല്ല പറഞ്ഞാട്ടെ, എന്ത് ചെയ്യാനാ? രോഗികളെ പറഞ്ഞ നാവിനെ ഞാൻ സൗഖ്യമാക്കുമെന്ന് പറ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ, എന്തോ സാക്ഷ്യം പറയട്ടെ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദർ വെള്ളിയാഴ്ച ഒരു സെബാസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നു, ഒരു തലമുറന് അപ്പനും മോനും തമ്മില് ഇങ്ങനെ തമ്മി അപ്പൊ ഭയങ്കര സന്തോഷം. എനിക്ക് സന്തോഷമായിട്ടെന്ന് വെച്ചാൽ ഞങ്ങള് ഈ ശനിയാഴ്ച ഒരു ആവശ്യം കൂടെ, ഞാൻ ഇന്നാട്ടെ ബ്രദർ അവരോട് ഈ കാര്യം പറഞ്ഞത്, അവർ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ ശനിയാഴ്ച ഒരു കൊച്ചിന്റെ മാമോദീസ കൂടാൻ പോയി. അപ്പൊ അപ്പനും മക്കളൊക്കെ സന്തോഷമായിട്ട് പോയി വരാൻ ദൈവം വലിയ കൃപ ചെയ്തു ബ്രദർ. അതൊരു വലിയ സാക്ഷ്യമായിട്ട് പറയണ. അപ്പൊ അപ്പനും മോനും കൂടെ ഫോട്ടോ എടുത്തൊക്കെ അയച്ച് ഞാനത് കണ്ട്. എനിക്കത് കണ്ടപ്പോ ബ്രദർ പറഞ്ഞ വാക്കൊക്കെ വലിയൊരു സന്തോഷമായി ബ്രദർ. അതൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയണം. അതിനു വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം. നന്ദി കർത്താവെ, അങ്ങ് വെളിപ്പെടുത്തിയ കൃപയ്ക്ക് നന്ദി. ഡെലിവറൻസ് മക്കൾ തമ്മിൽ ഐക്യത കർത്താവ് കൊടുത്തല്ലോ, യേശുവിന്റെ നാമത്തെ. ഗോഡ് ബ്ലെസ് യു. അനേകരെ ആലോചനകളെ സൗകര്യങ്ങളെ നിങ്ങൾ മ്യൂട്ട് മാറ്റി വർത്താനം പറയാതെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തെ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. ബ്രദറെ, എന്റെ മമ്മി നാട്ടിലാണ്. അപ്പൊ എന്റെ മമ്മി തന്നെ ഉള്ളായിരുന്നു നാട്ടില്. പപ്പ ഉണ്ട്, പക്ഷെ പപ്പ വയ്യാത്തായിരുന്നു. മമ്മി ഇങ്ങനെ വാഴക്കൊല വെട്ടിയപ്പം ഭയങ്കര നല്ല കട്ടിയുള്ള വാഴപ്പിണ്ടിയാ. അപ്പൊ അത് വേറൊരു വാഴയുടെ മണ്ടയ്ക്ക് വീട്, ഈ 2 വാഴയും കൂടെ മമ്മിയുടെ ദേഹത്ത് വീണു. ആ കട്ടിയുള്ള വാഴ. അപ്പൊ മമ്മിക്ക് അതുകൊണ്ട് എണ്ണീക്കാൻ പറ്റത്തില്ല, അത് 2 മമ്മിയുടെ ദേഹത്ത് കിടക്കുമായിരുന്നു. അപ്പം മമ്മിക്ക് അത് ഒരു തരത്തിൽ എണ്ണിക്കാനും പറ്റുന്നില്ല. ആരും അങ്ങപ്പുറത്തും ഇപ്പുറത്തൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പൊ മമ്മി കർത്താവ് എന്നെ സഹായിക്കുന്നു എന്ന് മാത്രം പറഞ്ഞത് മാത്രമേ മമ്മിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അത് എങ്ങനെ ഇറങ്ങി വന്നോ ഒന്നും മമ്മിക്ക് അറിയത്തില്ല. അത് എങ്ങനെയൊക്കെയോ മമ്മി അത് ഇറങ്ങി വന്നു. ആ ഒരു സെന്റൻസ് പറഞ്ഞത് മാത്രം മമ്മിക്ക് ഓർമ്മയുള്ളൂ. കർത്താവിന്റെ വചനം പറയുന്ന പോലെ ദൈവം എന്റെ സഹായം എന്ന് പറയുന്ന പോലെ പ്രിയ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, അമ്മയ്ക്ക് വേണ്ടി കർത്താവിന്റെ വലിയ സഹായം വെളിപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇത് അനേകർക്ക് ഒരു അനുഗ്രഹവും സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി, കൊടുത്ത ബലത്തിന് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഒരു ഡോറുണ്ട്, ഡോറിന്റെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒരു വെളിച്ചം വരുന്നു ബ്രദറെ. അത് ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ മുൻപിൽ വരുന്നു. അത് എന്താണെന്ന് അറിയുന്നില്ല ബ്രദറെ. ഇനി പ്രാർത്ഥിക്കുമ്പോ കർത്താവെ, അത് എന്റെ ഉള്ളത്തിൽ എന്താണോ കർത്താവ് എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കൂടുതൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്കത് വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥന കേട്ടോ. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണേ. ഗോഡ് ബ്ലെസ്. എന്തോ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ബ്രദറെ? കുറച്ച് പേരൊക്കെ എന്നോട് വിളിച്ചിട്ട് പറയും ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറയും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അത് എനിക്ക് അന്യഭാഷ എനിക്കൊരു 4-5 വാക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. അത് അത് വെച്ച് പ്രാർത്ഥിക്കും. ചിലവരെല്ലാം എന്നെ വിളിച്ച് പറയും അത് പോസിറ്റീവായി ദൈവം അവരെ അനുഗ്രഹിച്ചെന്ന് പറയും. പിന്നെ എനിക്കാണെങ്കിൽ അന്യഭാഷ നല്ലവണ്ണം അത് ആഗ്രഹമുണ്ട് ബ്രദറെ. പക്ഷെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട്. അതിലോട്ട് മുന്നോട്ടൊന്ന് പോവാൻ എന്നെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ബ്രദറെ പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും ഈ വചനം മത്തായിയുടെ സുവിശേഷം 10:8 എല്ലാ ദിവസവും പറയണം. അതേപോലെ കർത്താവ് ഉപയോഗിക്കും കേട്ടോ. മത്തായി 10:8 പറയണം. എല്ലാരും പറയണം, സൗകര്യം മാത്രമല്ല എല്ലാരും പറയണം. ദൈവത്താൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥന വിഷയം നിങ്ങൾക്ക് തന്നെ നമ്മളിപ്പോ പ്രെയർ ലൈൻ നമ്പർ വരും. നിങ്ങൾ ഇപ്പൊ നമുക്ക് ഒരാൾ പറയാൻ പോയി എല്ലാവരും പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ നമ്പറിലേക്ക് അയക്കണേ പ്രെയർ റിക്വസ്റ്റുകളെ. പറഞ്ഞു ബ്രദർ, എനിക്കൊരു സംശയമുണ്ട് ബ്രദർ. ഇന്ന് രാവിലെ ഞാൻ ഡോക്ടറെ കാണാനായിട്ട്, മഴയായിരുന്നു ബ്രദർ, അപ്പോഴേ ഡോക്ടറെ കാണാനായിട്ട് ഞാൻ 2 വീലർ എടുത്തിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. കുറച്ച് മുന്നോട്ട് പോയി ഞാനൊരു ഷോർട്ട് കട്ട് വഴിയാണ് പാസ് ചെയ്ത് പോയത്. പിന്നെ രാവിലെ ഓഫീസിലെ തിരക്കൊക്കെ കൊണ്ട് എല്ലാവരും 2 വീലറിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം വഴിക്കും ഞാൻ ഇടത് ഭാഗത്തൂടി പോയി. വലത് ഭാഗത്ത് ഒരു കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ നിന്ന് അവിടെ ഒരു വളവായിരുന്നു. അവിടെ നിന്നൊരു
വണ്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ഹെൽമെറ്റും റെയിൻകോട്ടും എല്ലാവരും ഇട്ടിട്ടുണ്ട്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പയ്യനാണെന്ന് തോന്നുന്നു, ആ പയ്യൻ വന്ന് റോങ് സൈഡിൽ കൂടി വണ്ടി എടുത്ത് അത് എന്നെ വന്ന് തട്ടി ഞാനങ്ങ് വല്ലാതെ ഷേക്കായി പോയി. വണ്ടി എങ്ങനെയൊക്കെയോ അങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങായി. ഞാൻ അപ്പോഴേ അവിടെ വീഴുമായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വേറെ കുറെ കല്ലും അതും ഇതും കിടക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ദൈവമേ യേശുവേ ഇങ്ങനെ ഞാൻ ഉറക്കെ അങ്ങ് വിളിച്ചിട്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി അങ്ങ് നിർന്ന് ഉടനെ അങ്ങ് നിന്നു. ഇല്ലെങ്കിലും വണ്ടി ഞാനും കൂടി ചരിഞ്ഞ് എൻ്റെ കാല് അതിൻ്റെ അടിയിലാവുമായിരുന്നു ബ്രദർ. കാല് തട്ടിയാൽ എനിക്ക് ഭയങ്കര പെട്ടെന്ന് മുട്ട് രണ്ടും ഭയങ്കര വേദനയായിട്ട് അങ്ങനെ പിന്നെ പുറകെ വന്നവരെല്ലാം നിന്നിട്ട് അവര് കുറച്ച് നേരം നിർത്തി. അപ്പൊ അയാള് പാസ് ചെയ്തങ്ങ് പോയി. അയാള് റോങ് സൈഡിൽ കൂടി വന്നതാണ്. അങ്ങനെ കർത്താവ് ഒരു അപകടത്തിന് തന്നെ വീക്ഷിച്ചതിന് കോടാനുകൂടി നന്ദി. തീർച്ചയായിട്ടും കർത്താവ് അനർത്ഥം എന്ന് ദൈവം സൂക്ഷിച്ചല്ലോ. ദൈവം കാത്തു പരിപാലിച്ച വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സ്റ്റേ. കർത്താവിന്റെ കരുതലിന് നന്ദി കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, ഇന്നലത്തെ മീറ്റിംഗ് ഒന്നുകൂടെ പറയാം. ഞാൻ കേട്ടതായിരുന്നു, എന്നാലും ഒന്നുകൂടെ കേൾക്കണമെന്ന് ഒത്തിരി ആഗ്രഹമാണ്. സിസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ? ഇന്നലത്തെ വന്നിട്ടില്ല. ഉണ്ട്, കുറച്ചു മുമ്പേ അപ്ലോഡ് ആയത്. ഓക്കെ. മിനിസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഹെഡിങ് അതാ. ഡേറ്റ് നോക്കിയാൽ മതി. പറഞ്ഞു. മീറ്റിംഗ് ഭയങ്കര അനുഗ്രഹമായിരുന്നു കേട്ടോ ഇന്നലത്തെ. തീർച്ചയായിട്ടും. എസ്പെഷ്യലി ബ്രദർ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, തുറന്നു കിടക്കുന്ന ഡോറിനെ പറ്റി പറഞ്ഞല്ലോ. വീണ്ടും തുറക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. പിന്നെ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് വാഞ്ചിച്ചാൽ മതി എന്ന് ബ്രദർ പറഞ്ഞു. അതെല്ലാം ഭയങ്കര അനുഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും ബ്രദറെ, കർത്താവ് നമ്മളെല്ലാവരും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് കേൾക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ദൈവം അത് ഉപയോഗിക്കപ്പെടുക, ദൈവം ഇടയാക്കി തരും കേട്ടോ. ഒത്തിരി നല്ലായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും. എനിക്കൊരു സാക്ഷ്യമുണ്ട് പാസ്റ്ററെ. പറഞ്ഞു സിസ്റ്ററെ. അതെ, നാള് മോഹന്റെ മോനെ തുടർന്ന് പറഞ്ഞില്ലേ പാസ്റ്റർ, അത് കഴിഞ്ഞപ്പോ അവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു പച്ചക്കറി കട ഇട്ടിട്ടുണ്ട്. പച്ചക്കറി ഇങ്ങനെ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് ഒരു കട ഇട്ട് അതിപ്പോ നടന്നുകൊണ്ടിരിക്കേണ്ട. അത് പറഞ്ഞപ്പന്നെയാണ് അത് കിട്ടിയത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വഴികളെ ദൈവം തുറന്നു തരിക തന്നെ ചെയ്യും. അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പ്രാർത്ഥിക്കണം. ഇനിയും ദൈവം എന്നാലും അതിപ്പോ തുടങ്ങിയിട്ടുണ്ട്. ദൈവം ചെയ്യും സിസ്റ്റർ. ദൈവം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. കർത്താവിന്റെ സാക്ഷ്യമാക്കി തന്നെ ദൈവം മാറ്റും. അത് വലിയൊരു മിറക്കിളായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു സിസ്റ്റർ. എന്റെ ഇടത്തെ കാലിന്റെ വശത്തായിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിരുന്നേ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ കാലിന്റെ മുട്ടിന്റെ മേളിലോട്ട് ഇങ്ങനെ ഉരുണ്ട് കെട്ടി ഇങ്ങനെ കിടക്കാൻ ഭയങ്കര വിങ്ങല് പോലുള്ള വേദനയായിരുന്നു. ഞാനിങ്ങനെ കൈവച്ച് പാസ്റ്റർ പറഞ്ഞപ്പോഴെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാനൊരു സാക്ഷി പറയുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് എഴുന്നേറ്റ് നിന്നു ഇരിക്കുമ്പോഴാണ് ഈ വേദന കൂടുതല്. പക്ഷെങ്കിൽ ഇപ്പൊ ആ വേദന പൂർണ്ണമായി മാറി. ഒട്ടുമില്ല. ഒട്ടുമില്ല. കർത്താവേ സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ സ്തോത്രം. പിന്നെ ഒരു ആലോചന കഴിഞ്ഞ ദിവസം പറഞ്ഞത്, വെള്ളിയാഴ്ച ചാക്കോ എന്ന് പറയുന്ന ഒരാള് വീട്ടില് ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്, ഒരാള് ഇങ്ങനെ മാല പിടിച്ചുകൊണ്ട് ഭാരങ്ങൾ പറയുന്നത്. അത് എന്റെ ചേട്ടന്റെ വൈഫാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ചന്ന് ഓരോ കാര്യങ്ങൾ. ഇങ്ങനെ ഇപ്പൊ ചേട്ടൻ സ്റ്റോക്ക് വന്നിട്ട് ഇങ്ങനെ കിടക്കുവാണ്, കുഞ്ഞിന്റെ മകള് ഗൾഫിൽ പോകാനായിട്ട് ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഭയങ്കര ഭാരത്തിലും വിഷമത്തിലും ഒക്കെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ, ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നൊക്കെ ഇങ്ങനെ ഞാനും ഇങ്ങനെ പറഞ്ഞു. അവിടെ കൂട്ടായ്മ ആചരിക്കാൻ പറഞ്ഞു കേട്ടോ. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം. അതെ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ലേഡീസ് മീറ്റിംഗ് എല്ലാവർക്കും കൂടാവല്ലോ അല്ലേ? ആർക്കും എല്ലാം കൂടാൻ പ്രശ്നമില്ല. അത് ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ഫ്ലോ ഉണ്ട് ആ മീറ്റിംഗിൽ. തീർച്ചയായിട്ടും ആർക്കും കൂടാം. നമ്മളെ സഹോദരന്മാർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. ഏത് മീറ്റിംഗിലും ആർക്കും കൂടാം. പക്ഷെ വരും ദിവസങ്ങളിൽ ഞാനത് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് സമയം ഒന്ന് ഒത്തു വരാത്തതുകൊണ്ടാണ്. എല്ലാം ഒന്ന് എന്തായാലും കർത്താവ് സഹായിക്കും. അത് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ പത്തനംതിട്ടയിൽ നമ്മുടെ പ്രയർ സ്റ്റേഷന്റെ പ്രാർത്ഥന ക്രമീകരിക്കണം.
സൗകര്യങ്ങൾ അതൊന്ന് നിങ്ങൾ ബന്ധപ്പെടണം. നമ്മുടെ വർഗീസ് ബ്രദറുണ്ട്, അജിയ സിസ്റ്ററുണ്ട്, നിങ്ങൾ അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. എന്നത്തെ ഡേറ്റ് നമുക്ക് വരുന്ന മാസം ഓഗസ്റ്റിൽ എപ്പോഴെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. 25-ാം തീയതി നമ്മുടെ പ്രാർത്ഥന എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ നടക്കുന്നത്? പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നത് 25-ാം തീയതി UK ഈസ്റ്റ് ഹാമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. ലിങ്ക് അതിന്റെ പോസ്റ്റർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ ലൈവ് പ്രാർത്ഥന ഞാനിപ്പോൾ ലിങ്ക് ചെയ്തൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, രോഗികളുണ്ടെങ്കിൽ, തകർന്ന വ്യക്തിയുണ്ട്, കർത്താവിൽ നിന്ന് ഒരു ആലോചന കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം സംസാരിക്കും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിശാലത വരുത്തുവാൻ ദൈവം പ്രവചനാത്മാവിലൂടെ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ഞാനിപ്പോൾ ആ പോസ്റ്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അത് ഓരോ പട്ടണത്തിലും നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനകളെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് കർത്താവ് ഞാനിപ്പോൾ പോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. കോട്ടയം നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം എല്ലാം ഒന്ന് കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്, വെച്ചുകൊടുത്തും എല്ലാം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനുള്ള ആളുകളെ, വ്യക്തികളെ നമുക്ക് ആ ദേശത്ത് ഒരുങ്ങണം, മുൻനിരയിൽ നിൽക്കുവാൻ വേണ്ടി. കാരണം നമുക്കൊരു കാര്യം ഏൽപ്പിച്ച് അതിനെ ക്രമീകരിക്കാൻ വേണ്ടി ഞാൻ ആ പോസ്റ്റർ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പോസ്റ്റർ നോക്കി കമന്റ് ബോക്സിൽ ഒരു പോസ്റ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആ 3 ഡോട്ടിൽ ഓക്കെ, ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ സേവ് എന്നൊരു ഓപ്ഷൻ വരും. ആ പോസ്റ്റർ ആണ്. അല്ലാതെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. യൂട്യൂബിൽ കാണുന്നവരെ സ്ക്രീനിൽ നിങ്ങൾക്ക് അവിടെ പോസ്റ്റർ കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കണം. വലിയൊരു എക്സ്പീരിയൻസ് അവിടെ, അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് അവിടെ ചെയ്യുന്നു. വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ അവിടെ കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ദൈവം സംസാരിക്കുന്നത്, പല ജാതികളായിട്ടുള്ള ആളുകളെ ദൈവം തൊടുന്നത്, അപ്പം വരുന്നത് കാണുന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ള സാക്ഷ്യങ്ങളെ നമുക്ക് നാളെ കേൾക്കാം. എന്തോ ബ്രദർ ട്രിവാൻഡ്രത്ത് ഈ മാസം തന്നെ പ്രാർത്ഥന വയ്ക്കാൻ ഇത് ഈ മാസം സിസ്റ്ററെ കാണുക വെച്ചാല് ഈ മാസങ്ങളിൽ നമുക്ക് ഓൾറെഡി ഇപ്പം UK നടക്കുന്നുള്ളത് കൊണ്ട് ഞാൻ കറങ്ങി വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഓരോ പട്ടണത്തിനെ പറ്റി പറയുവാണ്. നിങ്ങൾ ഓരോ ദേശത്തുള്ളവർ മുൻനിരയിലേക്ക് നിങ്ങൾ വരണം. കാരണം അജിതാസ്റ്റർ നമ്മുടെ വർഗീശ്വറും അവരതിന് മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് ഓരോ പട്ടണത്തിലും എല്ലാ ഇടങ്ങളിലും അവർക്ക് ഓടിയെത്തുവാനുള്ള എന്താ പറയുന്നത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അത്രയും ദൂരങ്ങൾ താണ്ടി വേണ്ടി വരണം. അപ്പോൾ ഓരോ പട്ടണത്തിലും ഒരു കാര്യത്തെ ഏൽപ്പിക്കുവാനും ചെയ്യുവാനുമുള്ള സഹോദരങ്ങൾ നിങ്ങൾ എണീറ്റ് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ. കാര്യം അനേകര് വിടിവിക്കപ്പെടാറുണ്ട്. നിങ്ങളിലൂടെ കർത്താവ് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികളെ ദൈവം ചെയ്യും. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി. ഇപ്പം നമ്മൾ കേട്ട വചനം കൊണ്ട് എല്ലാം സുവിശേഷം നിമിത്തം ചെയ്യണം. സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. അതിനുവേണ്ടി നമ്മൾ അന്ത്യകാലത്തോട് ഒരുങ്ങുവാണ്. നിങ്ങൾ ഒരുങ്ങണം. അതിനുവേണ്ടിയാണ് പ്രയർ സ്റ്റേഷനെ തമ്പുരാൻ തന്നിരിക്കുന്നത്. കർത്താവ് അത് വലിയ കാര്യമാകുമ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ സഹോദരങ്ങളുമായിട്ട് സംസാരിക്കണം. ഓരോ ജില്ലയിലുള്ളവർ എനിക്കതിൽ താല്പര്യമുണ്ട് മുമ്പിൽ നിൽക്കുവാൻ. ഞാൻ പറഞ്ഞത് ഒരു പ്രസംഗകനായി നിൽക്കാനല്ല, പകരം കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ ആഗ്രഹമുള്ളൊരു ജനറേഷൻ. നിങ്ങൾ അപ്പോസ്തലന്മാരെ കണ്ടു പഠിച്ചാൽ മതി, അവർ മരിക്കാൻ വരെ തയ്യാറാണ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റപ്പ്. ഈ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ ഇതിൻ്റെ അകത്ത്? ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. സഭാ വ്യത്യാസമില്ലാതെ ഞാൻ ഇന്ന സഭയ്ക്ക് വേണ്ടിയോ ഇന്ന ബ്രദറിന് വേണ്ടിയോ പ്രവർത്തിക്കുമല്ല. എൻ്റെ കൂടെ പറയാൻ പറ്റുമോ ഞാൻ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവരെ ഞാൻ സ്വാഗതം ചെയ്യും. അങ്ങനെയുള്ള സഹോദരങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്, ബ്രദറിനല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ബ്രദറിന് വേണ്ടി പ്രവർത്തിക്കരുത്. ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ളത് ദൈവം തന്നൊരു ദർശനമാണ്. നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ട്രൂ ലൈറ്റ് ജനറേഷന് വേണ്ടിയുമല്ല, യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം. സഭാ വ്യത്യാസമില്ലാതെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നിങ്ങൾ മാറണം. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിനെല്ലാം പ്രതിഫലമുണ്ട് പ്രിയരെ. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറയ്ക്കും അതൊരു അനുഗ്രഹമായി തീരും. തലമുറകളുടെ തലമുറകൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരും. നിങ്ങൾ വിതയ്ക്കുന്ന വിത്താണ് അവരുടെ അനുഗ്രഹം. ആമേൻ. കർത്താവ് അനുഗ്രഹം. അപ്പം നാളെ മുതൽ നമ്മൾ സുവിശേഷത്തിൻ്റെ ക്യാമ്പയിൻ തുടങ്ങുവാണ്. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹമുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. കർത്താവാണ് തരുന്നത്. അപ്പം മുൻനിരയിലേക്ക് കയറി വരണം.
അത് കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക. ഓരോ ജില്ലയിലും, കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രയർ സ്റ്റേഷനുകളും, പ്രത്യേകിച്ച് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവത്തിന് ആളുകളെ ആവശ്യമാണ്. എനിക്ക് വേണ്ടി ആർ പോകുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. കർത്താവ് ചോദിക്കുന്നുണ്ട്, ആർ പോകും? അങ്ങനെ ചോദിക്കുവാൻ തയ്യാറായവരെ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലൈവിൽ യൂട്യൂബിൽ കാണുന്നവരെ നിങ്ങളും വിലപ്പെട്ട